ശോഭാ സുരേന്ദ്രൻ എക്കാലത്തും എല്ലാ കാലത്തും ബി.ജെ.പി നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു. നമ്മളെ അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ പാലക്കാട് നോക്കൂ, എല്ലാ പ്രചരണങ്ങളും അവസാനിച്ച് നിശബ്ദ പ്രചരണത്തിൻ്റെ ആ ഘട്ടത്തിലാണ് അവരുടെ നേതൃത്വത്തിൽ ചില വോട്ടർമാർക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ നന്ദകുമാർ മറ്റൊരു ആരോപണം കൊണ്ടുവന്നിരുന്നു. ഇവർ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും പിന്നീട് സ്ഥലം തരാതിരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഒരു പ്രതീക്ഷയുണ്ടോ ശോഭാ സുരേന്ദ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിനങ്ങൾ കൊണ്ടുപോയത് ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, ശോഭാ സുരേന്ദ്രൻ. അന്ന് നടന്ന കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ വിഷയം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പോയിട്ടില്ല. ആലപ്പുഴയിൽ ഒരു വനിതാ നേതാവിനെ വിളിച്ചുള്ള ഭീഷണിപ്പെടുത്തലുകളും കരണക്കുറ്റി അടിച്ച് പൊളിക്കും എന്നുള്ള ഭീഷണിയൊക്കെ വാർത്തയായിട്ടുണ്ട്. അപ്പോൾ പാലക്കാടാണ് അവർ മത്സരിക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു. അന്നത്തെ ആ വിഷയവും ഇപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പിനെ സ്വാധീനിക്കില്ലായിരിക്കാം. എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് അനുകൂലമായിരുന്ന ഒരു കാറ്റ് മാറി വീശാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവങ്ങൾ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രന് അനുകൂലമായ കാറ്റ് മാറുമോ അല്ലെങ്കിൽ ആ സാധ്യത അടയുമോ എന്നതിനേക്കാണ് അപ്പുറത്തേക്ക് പരിശോധിക്കേണ്ടത്. ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് അവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനുണ്ട്. ഒരു വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ബിന്ദു വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു ആലപ്പുഴ ജില്ലാ ഭാരവാഹിയാണ്, ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹിളാ നേതാവാണ്. ഇവർ ഭീഷണിപ്പെടുത്തുന്ന സ്വരമാണ് ഇപ്പം ഓഡിയോ ആണ് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എക്കാലത്തും എല്ലാ കാലത്തും ബി.ജെ.പി നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു. നമ്മളെ അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അവർ എല്ലാ കാലത്തും നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയും അവർക്കിഷ്ടമില്ലാത്ത നേതാക്കന്മാർക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നത് അവരുടെ ഒരു ശീലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഈ രീതി ബി.ജെ.പിക്കുള്ള സാധ്യതകളെ തടയുന്നു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ പാലക്കാട് നോക്കൂ, എല്ലാ പ്രചരണങ്ങളും അവസാനിച്ച് നിശബ്ദ പ്രചരണത്തിൻ്റെ ആ ഘട്ടത്തിലാണ് അവരുടെ നേതൃത്വത്തിൽ ചില വോട്ടർമാർക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം നടന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അടിച്ച് നിന്റെ കരണപ്പെട്ടി പൊട്ടിക്കുമെന്നായിരുന്നു. പിന്നെ മാത്രമല്ല, അവർ പലതരത്തിലുള്ള ന്യായവാദങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആലപ്പുഴയിലെ ഈ ബിന്ദു എന്ന് പറഞ്ഞ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഭീഷണിപ്പെടുത്തുന്നത്. വലിയ രീതിയിൽ റൈസ് ആയിക്കൊണ്ടായിരുന്ന അവരുടെ സംസാരം ചെറിയൊരു ഭീഷണി സ്വരമൊക്കെ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട്. പലപ്പോഴും അപ്പൊ ഈ നേതാവിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഈ പാലക്കാട് പണം വിതരണം ചെയ്തത് ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള ചില ടീമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ അയച്ച ആണെന്നും ആലപ്പുഴ രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണ് അവിടെ വന്ന് ഈ പണം വിതരണം ചെയ്ത് എന്നും തന്നെ ഞാൻ കോടതി കയറ്റുമെന്നും തന്നെ ഇതോടുകൂടി ചീട്ട് കീറും എന്നൊക്കെ രീതിയിലുള്ള അവരെ പിന്നെ കായികമായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ അവരോട് ഫോണിൽ സംസാരിക്കുന്നത്. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ, അത് നേരത്തെ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ്റെ ആദ്യത്തെ ഭീഷണിയല്ല എന്ന് പലരെയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ നമുക്ക് കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും എന്നാൽ അവർക്ക് സീറ്റ് നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ബി.ജെ.പിയുടെ ഓഫീസിൽ, നമ്മുടെ ബി.ജെ.പിയുടെ തൃശ്ശൂർ ഓഫീസിൽ വലിയ ചാക്കുകെട്ടുകളിൽ പണം കൊണ്ടുവന്നുവെന്നും കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് കൊണ്ടുവന്നെന്നും അത് പല സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകൾ അതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിരുന്നു. അത് ബി.ജെ.പി നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയതാണ്. കോഴിക്കോട് കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് പിന്നീട് അന്ന് ഓഫീസ് സെക്രട്ടറി നടത്തിയത്. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ നിരവധി പത്രസമ്മേളനം നടത്തുകയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ വെല്ലുവിളിക്കുകയും നേതൃത്വത്തിൽ ചില ആളുകൾക്കെതിരെ പരോക്ഷമായി ഒളിയമ്പുകൾ എഴുതുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനു മുന്നേ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് CPM-ന്റെ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയൊക്കെയായ EP ജയരാജൻ, കണ്ണൂരിൽ നിന്നുള്ള ജയരാജന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടി തൃശ്ശൂർ രാമനിലയത്തിൽ വന്ന് നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്നുള്ള വെളിപ്പെടുത്തലാണ്. ഈ പ്രകാശ് ജാവ്ദേക്കറും കണ്ടു എന്ന് പറഞ്ഞുള്ള ചില വെളിപ്പെടുത്തലും ഇതുമായി കൂട്ടിയോജിപ്പിക്കുകയും പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ വേണ്ടി 2 തവണ ഡൽഹിയിൽ പോയി എന്നൊക്കെയുള്ള ഈ പ്രതികരണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുണ്ടായി. യഥാർത്ഥത്തിൽ BJP നേതൃത്വത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഇത് നന്ദകുമാർ, അന്ന് വിവാദ ദല്ലാൾ
എന്ന് പറയുന്നത് നന്ദകുമാർ ഈ വിഷയം അന്ന് തന്നെ വലിയ വിഷയമായി കൊണ്ടുവരിക. അദ്ദേഹം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അന്ന് കളവാണ് പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച എവിടെയും നടന്നിട്ടില്ല എന്നായിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ നന്ദകുമാർ മറ്റൊരു ആരോപണം കൊണ്ടുവന്നിരുന്നു. ഇവർ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും പിന്നീട് സ്ഥലം തരാതിരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനു മുന്നേ മറ്റൊരു ശബ്ദരേഖ ശോഭാ സുരേന്ദ്രനായിട്ട് പ്രചരിച്ചിരുന്നു. അത് ഒരു വ്യക്തിയിൽ നിന്ന് 25 ലക്ഷം രൂപ ചോദിക്കുന്നതും ചില കാര്യങ്ങൾ നിർവഹിച്ചു തരാമെന്ന് പറയുന്നതും തനിക്കൊരു സ്ഥാനം വരാൻ പോകുന്നു, അത് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കുറച്ച് പണം ആവശ്യമുണ്ട്, ഇത് വെറുതെ അല്ലല്ലോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനു മുന്നേ ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രന് അവർ പ്രതീക്ഷിച്ച ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ നേതൃത്വവുമായി പിണങ്ങുകയും പ്രത്യേകിച്ച് അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനുമായിട്ട് പിണങ്ങുകയും കുറെ കാലം അവർ നിശബ്ദമായി ഇരിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമാവാതിരിക്കുകയൊക്കെ ചെയ്തു. സംസ്ഥാന നേതൃത്വമായിട്ട് എല്ലാ കാലത്തും കൊമ്പ് കോർക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് പുതിയ, അതായത് രാജീവ് ചന്ദ്രശേഖരനെ BJP-യുടെ ചുമതല ഏൽപ്പിക്കാനുള്ള കാരണം പോലും. കാരണം ഇവിടെ പല പക്ഷങ്ങളായി നിൽക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ഒരു ഭാഗത്ത് എല്ലാ കാലത്തും അതൃപ്തിയായി നിലനിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ വലിയ മറ്റൊരു വിഭാഗം നിലനിൽക്കുന്നു. ഇവർ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നിരന്തരമായി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരിലൊന്നും പെടാത്ത മറ്റൊരാളെ കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ ദത്തെടുത്ത് കൊണ്ടുവന്നതാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു സംസ്ഥാന അധ്യക്ഷനെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി സംഭവിച്ചാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും നിശബ്ദരാകുകയും അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും വീണ്ടും BJP-ക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നേരത്തെ മത്സരിച്ച സമയത്താണ് പാലക്കാട് 2ാം സ്ഥാനത്ത് BJP വരുന്നത്, അല്ലെങ്കിൽ വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായി മാറുന്നത്. നമുക്കറിയാം മഞ്ചേശ്വരവും പാലക്കാടുമാണ് മലബാർ ഏരിയയിൽ ഈ BJP-ക്ക് ഏറ്റവും സ്വാധീനവും അല്ലെങ്കിൽ ഏറ്റവും വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ. അതിൽ ഒന്നിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് വിജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ട് എന്ന് BJP നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ശോഭാ സുരേന്ദ്രൻ കൊണ്ടുപോയി മാധ്യമപ്രവർത്തകരോടും മറ്റുള്ള അവിടെയുള്ള പൊതുപ്രവർത്തകരോടൊക്കെ ഏറ്റുമുട്ടുകയും അവരെ വെല്ലുവിളിക്കുകയൊക്കെ പരസ്യമായി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ശോഭാ സുരേന്ദ്രന്റെ വിജയസാധ്യതയെ ശരിക്കും പ്രതികൂലമായി ബാധിച്ചു എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടത്. അതിൻ്റെ ബഹിസ്ഫുരണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ബിന്ദു വിശ്വനാഥിനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇനിയും ശോഭാ സുരേന്ദ്രൻ്റെതായ ചില ഇത്തരത്തിലുള്ള ഭീഷണികളും മറ്റൊക്കെ വലിയ വലിയ വാഗ്വാദങ്ങളൊക്കെ നമുക്ക് ഇനി കാണാൻ കഴിയും. കാരണം അവർ പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കാൻ പറ്റിയില്ലെങ്കിൽ പലർക്കെതിരെയും അവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാണാൻ കഴിയും എന്നുള്ളത് നമുക്ക് അവരന്ന് തന്നെ ഒരു സൂചന തന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഇതിന് ശേഷം ഇലക്ഷന് ശേഷം ചില കാര്യങ്ങൾ പലതും പറയാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ 10 തവണയായി അവർ മത്സരിക്കുന്ന അവരെന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. ആലപ്പുഴയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിനു മുന്നേ അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം, ആറ്റിങ്ങലിലായാലും ശരി, കഴക്കൂട്ടത്ത് അവർ മത്സരിച്ചിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും മത്സരിച്ചപ്പോഴൊക്കെ, നിയമസഭയിലായാലും പാർലമെന്റ് ഇലക്ഷനിലായാലും അവർ മത്സരിച്ചപ്പോഴൊക്കെ BJP-ക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ അവർ തന്നെ ഇത് കലമുടയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ സ്ഥലത്തിലുള്ളത്. അതുകൊണ്ട് ഇനി ഒരു പ്രതീക്ഷയുണ്ടോ ശോഭാ സുരേന്ദ്രൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. പക്ഷേ ഒരു വനിതാ നേതാവ് ഒരിക്കലും എങ്ങനെ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമായി പറയേണ്ടി വരും. കാരണം അവരൊരു രാഷ്ട്രീയത്തിൽ ഒരു ഗുണ്ടാ സ്റ്റൈലിലാണ് അവർ എല്ലാ കാലത്തും പെരുമാറുന്നത്. ഭീഷണിപ്പെടുത്തുകയും പലരെയും എല്ലാ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, അത്തരത്തിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഈ CPM നേതാക്കന്മാരെയും ഭരണത്തിലിരിക്കുന്നവരെയും മുഖ്യമന്ത്രിയും എല്ലാവരെയും അവർ ഒരേ ഭാഷയിലാണ്, സ്വന്തം പക്ഷത്തുള്ളവരെയും സ്വന്തം പാർട്ടിയിലുള്ളവരെയും, സ്വന്തം പക്ഷത്തുള്ളതെന്ന് പറയരുത്, സ്വന്തം പാർട്ടിയിലുള്ളവരെയൊക്കെ അവർ ഈ ഒരേ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ ഒരു വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ കാണിക്കേണ്ട യാതൊരു തരത്തിലുള്ള പക്വതയും ഒരിക്കൽ പോലും ശോഭാ സുരേന്ദ്രൻ കാണിച്ചിരുന്നില്ല എന്നാണ് നമ്മളിൽ വ്യക്തമാവേണ്ടത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ കോഴ ആരോപണത്തിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് BJP മാറും. ഈ വെല്ലുവിളിയും ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാന BJP-യെ യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം അവർ സംസ്ഥാന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ BJP നേതൃത്വത്തെ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തന്നെയാണ് നമ്മളിൽ വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ തന്റെ സാധ്യതകൾ കുറഞ്ഞു എന്നൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇന്നത്തെ ഈ ആയിരിക്കാം, തീർച്ചയായും
സാഹചര്യമായിരിക്കാം. പക്ഷെ അവർ ഈ പണം നൽകി എന്ന് പറയുന്നത് അവരുടെ അറിവില്ലാതെയാണെന്നും മറ്റാരോ ഇറക്കിയതാണെന്നും അവരെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെയല്ലാണ് ഈ ബിന്ദു എന്ന് പറഞ്ഞ നേതാവും പറയുന്നത്. എന്നെ സ്ഥാനഭ്രഷ്ടയാക്കാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ചില ആളുകൾ ചേർന്നുകൊണ്ട് എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തിരിച്ചു ഉന്നയിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ശബരിമലയുടെ ഈ പ്രക്ഷോഭകാലത്ത് ശോഭാ സുരേന്ദ്രൻ നിരാഹാരം അനുഷ്ഠിച്ചത് ഈ ചില പ്രോട്ടീൻ പൗഡറൊക്കെ കലക്കി കുടിച്ചിട്ടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പോലും അവർ ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിഴുപ്പലക്കലുകൂടി നമ്മൾ കാണേണ്ടി വരും BJP-യിൽ എന്നുകൂടി ഈ സംഭവം നമ്മൾ കൂട്ടിവായിക്കേണ്ടതുണ്ട്.